ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7 എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ 3rd എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇൻട്രഡക്ഷൻ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണണേ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ദ എക്സ്പാൻഡഡ് ഫോം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഈ നമ്പർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 2 എഴുതി, 2 കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 അത്രയും സീറോസ് കൊടുത്തു നമ്മളിവിടെ. പ്ലസ് 7 കഴിഞ്ഞിട്ട് 4 പ്ലേസ് ഉണ്ടല്ലോ, അപ്പോൾ 4 സീറോസ് കൊടുക്കാം. പ്ലസ് 9 കഴിഞ്ഞിട്ട് 3 പ്ലേസ് 3 സീറോസ്. പ്ലസ് 4 കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്, അത്രയും കൊടുത്തു, 0 പ്ലസ് 4. ഇപ്പോൾ ഇതിലെ ഓരോ ഡിജിറ്റ്സിൻ്റെയും പ്ലേസ് വാല്യൂ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു 1 5 സീറോസ് അല്ലേ ഇവിടെ ഉള്ളത്, ആ 5 സീറോസ് ഇങ്ങോട്ട് എഴുതാം. പ്ലസ് 7 ഇൻറ്റു ഇവിടെ 4 സീറോസ് അല്ലേ, ഇങ്ങനെ എഴുതാം. പ്ലസ് 9 ഇൻറ്റു 1000 പ്ലസ് 4 ഇൻറ്റു 100 പ്ലസ് 0 ഇൻറ്റു 10 ടെൻസിൻ്റെ പ്ലേസിലാണല്ലോ അതുള്ളത്. പ്ലസ് 4 ഇൻറ്റു 1 ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 10ൻ്റെ പവറായിട്ട് ഇതെല്ലാം മാറ്റാം. അപ്പോൾ 2 ഇൻറ്റു 10 റേസ് ടു ഇവിടെ 5 സീറോസ് അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ 5 കൊടുക്കാം. പ്ലസ് 7 ഇൻറ്റു 10 റേസ് ടു 4 പ്ലസ് 9 ഇൻറ്റു 10 റേസ് ടു 3 4 ഇൻറ്റു 10 റേസ് ടു 2 പ്ലസ് 0 ഇൻറ്റു 10 റേസ് ടു 1 പ്ലസ് 4 ഇൻറ്റു 10 റേസ് ടു 0. അപ്പോൾ 4 ഇൻറ്റു 10 റേസ് ടു 0 എന്നാണ് നമ്മൾ എഴുതിയത്. ഇവിടെ ഇങ്ങനെ എല്ലാ പവറുകളും ഡിക്രീസ് ആയാണ് വന്നത്. അങ്ങനെ 5 4 3 2 1 കഴിഞ്ഞ് 0 കൊടുത്തു. നിങ്ങൾക്കറിയാലോ എ റേസ് ടു 0 ഈക്വൽസ് ടു 1. ഏത് നമ്പറിൻ്റെ പവർ 0 വന്നു കഴിഞ്ഞാലും ആൻസർ 1 ആയിരിക്കും. അപ്പോൾ 10 റേസ് ടു 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു 10 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 1 തന്നെ അല്ലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു നമ്പർ നോക്കാം. ഇവിടെ നമുക്ക് 3 എഴുതാം. 3 കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ആണ്? 1 2 3 4 5 6 പ്ലേസ് അല്ലേ. 3 സീറോസ് ഇട്ട് കൊടുക്കാം. പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 6 എഴുതി. 6 കഴിഞ്ഞിട്ട് 3 പ്ലേസ് ആണ്, അപ്പോൾ 3 സീറോസ് കൊടുത്തു. പ്ലസ് 1 0 0 പ്ലസ് 9 0 പ്ലസ് 4. എല്ലാ ഡിജിറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് 3 ഇൻറ്റു ഇവിടെ എത്ര സീറോസാണ്? 1 2 3 4 5 6. അപ്പോൾ 1 0 0 0 0 0 0 6 സീറോസ്. പ്ലസ് 0 ഇൻറ്റു 5 സീറോസ് കൊടുക്കാം. 1 2 3 4 5 പ്ലസ് 0 ഇൻറ്റു 1 എഴുതിയിട്ട് 4 സീറോസ് കൊടുക്കാം. പ്ലസ് 6 ഇൻറ്റു 3 സീറോസ് കൊടുക്കാം. പ്ലസ് 1 ഇൻറ്റു 100 പ്ലസ് 9 ഇൻറ്റു 10 പ്ലസ് 4 ഇൻറ്റു 1. ഇനി നമുക്കിതെല്ലാം 10ൻ്റെ പവറായിട്ട് എഴുതാം. അപ്പോൾ 3 ഇൻറ്റു 10 റേസ് ടു 6 പ്ലസ് 0 ഇൻറ്റു 10 റേസ് ടു 5 പ്ലസ് 0 ഇൻറ്റു 10 റേസ് ടു 4 പ്ലസ് 6 ഇൻറ്റു 10 റേസ് ടു 3 പ്ലസ് 1 ഇൻറ്റു 10 റേസ് ടു 2 പ്ലസ് 9 ഇൻറ്റു 10 റേസ് ടു 1 പ്ലസ് 4 ഇൻറ്റു 10 റേസ് ടു 0. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ഈ നമ്പറും ഇതുപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. 2 എഴുതി. എത്ര പ്ലേസ് ആണ്? 1 2 3 4 5 6. അപ്പോൾ അത്രയും സീറോസ് കൊടുക്കാം. പ്ലസ് 8 എഴുതി. 5 സീറോസ് കൊടുക്കാം. 0 പ്ലസ് 6 എഴുതി. 3 സീറോസ് പ്ലസ് 1 2 സീറോസ് പ്ലസ് 9 1 0 പ്ലസ് 6. ഇനി 2 ഇൻറ്റു 1 0 0 0 0 0 0 6 സീറോസ് അല്ലേ. പ്ലസ് 8 ഇൻറ്റു 1 0 0 0 0 0 5 സീറോസ് പ്ലസ് 0 ഇൻറ്റു 1 4 സീറോസ് പ്ലസ് 6 ഇൻറ്റു 1000 പ്ലസ് 1 ഇൻറ്റു 100 പ്ലസ് 9 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 10 റേസ് ടു 6 പ്ലസ് 8 ഇൻറ്റു 10 റേസ് ടു 5 പ്ലസ് 0 ഇൻറ്റു 10 റേസ് ടു 4 പ്ലസ് 6 ഇൻറ്റു 10 റേസ് ടു 3
plus 1 into 10 raised to 2 plus 9 into 10 raised to 1 plus 6 into 10 raised to 0. 6 into 1 എന്നത് നമ്മൾ 10 raised to 0 എന്ന് എഴുതിയത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. a raised to 0 equals to 1 എന്ന പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം 1 എഴുതാം. 1 കഴിഞ്ഞിട്ട് എത്ര പ്ലേസാണ്? 1 2 3 4 5 അത്രയും സീറോസ് കൊടുക്കാം. പ്ലസ് 2 എഴുതി 4 സീറോസ് പ്ലസ് 0 പ്ലസ് 7 0 0 പ്ലസ് 1 0 പ്ലസ് 9. ഇനി 1 ഇൻറ്റു 1 0 0 0 0 0 പ്ലസ് 2 ഇൻറ്റു 1 0 0 0 0 പ്ലസ് 0 into 1000 plus 7 into 100 plus 1 into 10 plus 9 into 1. ഇനി 10ൻ്റെ പവർ ആയിട്ട് എഴുതാം. 1 into 10 raised to 5 plus 2 into 10 raised to 4 plus 0 into 10 raised to 3 plus 7 into 10 raised to 2 plus 1 into 10 raised to 1 plus 9 into 10 raised to 0. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 കഴിഞ്ഞിട്ട് 4 പ്ലേസ് ഉണ്ട്, അത്രയും സീറോസ് കൊടുക്കാം. പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 60 പ്ലസ് 8. 2 ഇൻറ്റു 10,000 പ്ലസ് 0 ഇൻറ്റു 1000 പ്ലസ് 0 ഇൻറ്റു 100 പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 8 ഇൻറ്റു 1. അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു 10 raised to 4 പ്ലസ് 0 ഇൻറ്റു 10 raised to 3 പ്ലസ് 0 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 10 raised to 1 പ്ലസ് 8 ഇൻറ്റു 10 raised to 0. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഫൈൻഡ് ദ നമ്പർ ഫ്രം ഈച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പാൻഡഡ് ഫോംസ്. ഇവിടെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമാണ് തന്നിട്ടുള്ളത്, അതിന്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻസിൽ ഒരു നമ്പർ തന്നിട്ട് അത് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിലുള്ളതിനെ മാറ്റി നമ്പർ ആക്കി എഴുതണം. അപ്പോൾ അതിനായിട്ട് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ 8 ഇൻറ്റു 10 raised to 4 പ്ലസ് 6 ഇൻറ്റു 10 raised to 3 പ്ലസ് 0 ഇൻറ്റു 10 raised to 2 പ്ലസ് 4 ഇൻറ്റു 10 raised to 1 പ്ലസ് 5 ഇൻറ്റു 10 raised to 0. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് 8 ഇൻറ്റു 10 raised to 4 എന്ന് പറഞ്ഞാൽ 10,000 ആണല്ലോ, അത് എഴുതാം. അതായത് 10ൻ്റെ പവറായിട്ട് 4 ആണുള്ളത്, അപ്പോൾ ഇവിടെ 4 സീറോസ് വേണം. അടുത്തത് 6 ഇൻറ്റു 10 raised to 3, അപ്പോൾ 3 സീറോസ് അല്ലേ. പ്ലസ് 0 ഇൻറ്റു 100 പ്ലസ് 4 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1, അതായത് 10 raised to 0 ആണല്ലോ. 10 raised to 0 എന്ന് പറഞ്ഞാൽ നമ്മൾ a raised to 0 equals to 1 എന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തത് 8 ഇൻറ്റു 10,000 80,000 പ്ലസ് 6,000 പ്ലസ് 0 ഇൻറ്റു 100 0 തന്നെയാണ്, പ്ലസ് 4 ഇൻറ്റു 10 ഈസ് 40 പ്ലസ് 5 ഇൻറ്റു 1 ഈസ് 5. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 8 എഴുതാം. അടുത്ത പ്ലേസിൽ വരുന്നത് 6 ആണ്, അത് എഴുതാം. പിന്നെ അടുത്ത പ്ലേസിൽ 0, പിന്നെ അടുത്ത പ്ലേസിൽ 4, അടുത്ത പ്ലേസിൽ 5. ഇങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ റിക്വയർഡ് നമ്പർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. 4 ഇൻറ്റു 10 raised to 5 പ്ലസ് ഇവിടെ 10 raised to 4 എന്ന പവർ കാണുന്നില്ല, അപ്പോൾ നമുക്ക് 0 ഇൻറ്റു 10 raised to 4 എന്ന് എഴുതാം. പ്ലസ് 5 ഇൻറ്റു 10 raised to 3 പ്ലസ് 3 ഇൻറ്റു 10 raised to 2 പ്ലസ് പിന്നെ 10 raised to 1 കാണുന്നില്ല, അപ്പോൾ 0 ഇൻറ്റു 10 raised to 1 എന്ന് എഴുതാം. പ്ലസ് 2 ഇൻറ്റു 10 raised to 0. ഇവിടെ ഇല്ലാത്ത പവറുകളെല്ലാം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 0 ഇൻറ്റു 10 raised to 4, 0 ഇൻറ്റു 10 raised to 1 ഒന്നും ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തെഴുതാം? 4 ഇൻറ്റു 1 0 0 0 0 0 പ്ലസ് 0 ഇൻറ്റു 1 0 0 0 0 പ്ലസ് 5 ഇൻറ്റു 1 3 zeros പ്ലസ് 3 ഇൻറ്റു 100 പ്ലസ് 0 ഇൻറ്റു 10
പ്ലസ് 2 ഇൻറ്റു 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 4 0 0 0 0 0 5 zeros പ്ലസ് 0 ഇൻറ്റു 10,000 ഈസ് 0 പ്ലസ് 5 ഇൻറ്റു 1000 ഈസ് 5,000 പ്ലസ് 3 ഇൻറ്റു 100 ഈസ് 300 പ്ലസ് 0 ഇൻറ്റു 10 ഈസ് 0 പ്ലസ് 2 ഇൻറ്റു 1 ഈസ് 2. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതെല്ലാം ആഡ് ചെയ്തിട്ട് എഴുതാം. 4 എഴുതി. ഇനി നമുക്ക് അടുത്ത പ്ലേസിൽ 0 ആണ് വേണ്ടത്. അടുത്ത പ്ലേസിൽ നമുക്ക് 5 എഴുതാം. അടുത്ത പ്ലേസിൽ 3 എഴുതാം. അടുത്ത പ്ലേസിൽ 0. അടുത്ത പ്ലേസിൽ 2. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ റിക്വയർഡ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് റീറൈറ്റ് ചെയ്യാം. 3 ഇൻറ്റു 10⁴ പ്ലസ് 10⁵ എന്ന പവർ ഇവിടെ കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് 0 ഇൻറ്റു 10⁵ എന്ന് എഴുതാം. പ്ലസ് 7 ഇൻറ്റു 10⁵2 പ്ലസ് 10⁻1 എന്നിവിടെ കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ 0 ഇൻറ്റു 10⁻1 എന്ന് എഴുതി. പ്ലസ് 5 ഇൻറ്റു 10⁻0. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 3 ഇൻറ്റു 10,000 പ്ലസ് 0 ഇൻറ്റു 1000 പ്ലസ് 7 ഇൻറ്റു 100 പ്ലസ് 0 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1 എന്ന് എഴുതാം. ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാലോ. 3 ഇൻറ്റു 10,000 ഈസ് 30,000 പ്ലസ് 0 ഇൻറ്റു 1000 ഈസ് 0 പ്ലസ് 7 ഇൻറ്റു 100 ഈസ് 700 പ്ലസ് 0 ഇൻറ്റു 10 ഈസ് 0 പ്ലസ് 5 ഇൻറ്റു 1 ഈസ് 5. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം 10,000ൻ്റെ പ്ലേസിൽ 3 എഴുതാം. 1000ൻ്റെ പ്ലേസിൽ 0 എഴുതാം. 100ൻ്റെ പ്ലേസിൽ 7 എഴുതാം. 10ൻ്റെ പ്ലേസിൽ 0 എഴുതാം. 1ൻ്റെ പ്ലേസിൽ 5 എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ 30,705. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നമുക്ക് റീറൈറ്റ് ചെയ്യാം. 9 ഇൻറ്റു 10⁵5 പ്ലസ് 0 ഇൻറ്റു 10⁴ പ്ലസ് 0 ഇൻറ്റു 10⁵3 പ്ലസ് 2 ഇൻറ്റു 10⁵2 പ്ലസ് 3 ഇൻറ്റു 10⁻1 പ്ലസ് 0 ഇൻറ്റു 10⁻0. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. 9 ഇൻറ്റു 1 0 0 0 0 0 പ്ലസ് 0 ഇൻറ്റു 10,000 പ്ലസ് 0 ഇൻറ്റു 1000 പ്ലസ് 2 ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു 10 പ്ലസ് 0 ഇൻറ്റു 1. ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 9 ഇൻറ്റു 1 lakh 1 2 3 4 5 zeros പ്ലസ് 0 ഇൻറ്റു 10,000 ഈസ് 0 പ്ലസ് 0 ഇൻറ്റു 1000 ഈസ് 0 പ്ലസ് 2 ഇൻറ്റു 100 ഈസ് 200 പ്ലസ് 3 ഇൻറ്റു 10 ഈസ് 30 പ്ലസ് 0 ഇൻറ്റു 1 ഈസ് 0. ഇനി എല്ലാം കൂടെ ആഡ് ചെയ്യാം നമുക്ക്. 9 എഴുതി. അടുത്ത പ്ലേസിൽ 0, അടുത്ത പ്ലേസിൽ 0, അതിനടുത്ത പ്ലേസിൽ 2, പിന്നെ 3, പിന്നെ 0. ഇതാണ് നമ്മുടെ റിക്വയർഡ് നമ്പർ 9,230,000. ഇത് ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ എല്ലാ സൊല്യൂഷൻസും കഴിഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനായിട്ട് 5 ഇൻറ്റു 10⁻, എത്ര സീറോസ് ആണോ ഇവിടെ ഉള്ളത് അത്രയാണ് ഇതിൻ്റെ പവറായിട്ട് എഴുതേണ്ടത്. 1 2 3 4 5 6 7. അപ്പോൾ 10⁻7. മനസ്സിലായല്ലോ? ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അടുത്ത നമ്പർ നോക്കാം. 7 ഇൻറ്റു 10⁻, ഇവിടെ എത്ര സീറോസ് ആണുള്ളത്? 1 2 3 4 5 6. അപ്പോൾ അതാണ് ഇവിടെ പവറായിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് ഈ നമ്പർ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. ഇത് നേരത്തെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി സ്റ്റെപ്സ് കൂടുതലുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണണേ. 31865 ഇൻറ്റു 10⁻, ഇവിടെ 5 സീറോസ് ആണല്ലോ, അതിങ്ങോട്ട് എഴുതാം. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലായിട്ടില്ല. അതിനായിട്ട് നമുക്ക് ഈ നമ്പർ ഒന്ന് 10ൻ്റെ പവറായിട്ട് എഴുതാം. 31,865 ആണല്ലോ. അത് നമുക്ക് 3.1865 ഇൻറ്റു 10⁻4 എന്ന് എഴുതാം. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. 31,865 എന്നതിന് പകരം നമുക്ക് 3.1865 ഇൻറ്റു 10⁻4
പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ഈ 10⁴ കൂടെ ഇങ്ങോട്ട് എഴുതണം. മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പിലായിട്ട് 3.1865 ഇൻറ്റു 10⁴ പ്ലസ് 5 എന്ന് എഴുതാം. അതായത് a⁻m ഇൻറ്റു a⁻n ഈക്വൽസ് ടു a⁻m പ്ലസ് n എന്ന എക്സ്പൊണൻഷ്യൽ ലോ ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി മാറും? 3.1865 ഇൻറ്റു 10⁹. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദിസ് നമ്പർ. മനസ്സിലായല്ലോ? അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് 390,878 അല്ലേ? അപ്പോൾ 3.90,878 ഇൻറ്റു എത്ര ഡെസിമൽ പ്ലേസ് ആണ് നമ്മൾ കൊടുത്തത്? 1 2 3 4 5. അത്രയും പവർ 10 കൊടുക്കാം. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് ഡെസിമലിലുള്ളൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാം: 390,878 ഹോൾ ഡിവൈഡഡ് ബൈ 10. കറക്റ്റ് ആണല്ലോ? ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 10 എന്ന് കൊടുത്തത്. ഇനി ഈ നമ്പർ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാമല്ലോ. 3.90,878 ഇൻറ്റു എത്ര ഡെസിമൽ പ്ലേസ് ആണ് നമ്മൾ കൊടുത്തത്? 1 2 3 4 5. അപ്പോൾ 10⁵ ഹോൾ ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ 10⁵ഉം ഈ 10ഉം കൂടെ a⁻m ബൈ a⁻n ഈക്വൽസ് ടു a⁻m-n എന്ന ലോ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 3.90,878 ഇൻറ്റു 10⁵ മൈനസ് 1 എന്ന് എഴുതാം. ഇവിടെ 1 പവർ ആയിട്ടുണ്ടല്ലോ, ആ പവർ നമ്മൾ m-n എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുവന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 3.90,878 ഇൻറ്റു 10⁴ എന്നെഴുതാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. മനസ്സിലായല്ലോ? ഇനി അടുത്ത നമ്പർ നോക്കാം നമുക്ക്. ഇവിടെ നമുക്കതുപോലെ തന്നെ 390,878/100 എന്നെഴുതാം. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ടാണ് ബൈ 100 എന്ന് എഴുതിയത്. ന്യൂമറേറ്റർ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ 3.90,878 ഇൻറ്റു 10⁵ എന്ന് എഴുതാം. ഇവിടെ 5 ഡെസിമൽ പ്ലേസ് അല്ലേ കൊടുത്തത്? ഹോൾ ഡിവൈഡഡ് ബൈ 100 നമുക്ക് 10² എന്ന് എഴുതാമല്ലോ. സെയിം പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. ഇവിടെ 3.90,878 ഇൻറ്റു 10⁵ മൈനസ് 2 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 3.90,878 ഇൻറ്റു 10⁵ മൈനസ് 2 ഈസ് 3. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എക്സ്പ്രസ് ദ നമ്പർ അപ്പിയറിംഗ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ആണ്. നമുക്കത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. 38460 അല്ലേ? ഇത് നമുക്ക് 384 ഇൻറ്റു 10⁶ എന്ന് എഴുതാം. ഇനി 3.84 ഇൻറ്റു 10⁵2 ഇൻറ്റു 10⁶ എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 3.84 ഇൻറ്റു 10⁵2 പ്ലസ് 6 എന്ന് എഴുതാമല്ലോ, ഈക്വൽസ് ടു 3.84 ഇൻറ്റു 10⁸. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. മനസ്സിലായല്ലോ ചെയ്ത സ്റ്റെപ്സ് എല്ലാം? യൂണിറ്റ് കൂടെ എഴുതണേ, യൂണിറ്റ് എഴുതാൻ മറക്കരുതേ. ഇനി അടുത്തത് നോക്കാം. നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. ഇവിടെ നമുക്ക് 3 എഴുതിയിട്ട് 8 zeros ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനായിട്ട് നമുക്ക് 3 ഇൻറ്റു 10⁸ എന്ന് എഴുതാമല്ലോ, മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമുക്ക് ഡയമീറ്റർ ഓഫ് എർത്ത് ആണ്. അപ്പോൾ 1 2 7 5 6 3 zeros. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനായിട്ട് നമുക്ക് 1 2 7 5 6 ഇൻറ്റു 10⁵3 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 1.2756 ഇൻറ്റു 10⁴ ഇൻറ്റു 10⁵3 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ 1.2756 ഇൻറ്റു 10⁴ പ്ലസ് 3 എന്ന് എഴുതാം.
1.2756 ഇൻറ്റു 10⁻⁷ മീറ്റർ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയമീറ്റർ ഓഫ് സൺ 1 4 1 2 3 4 5 6 7 8 zeros. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ 14 ഇൻറ്റു 10⁸ എന്ന് എഴുതാം. പിന്നെ 1.4 ഇൻറ്റു 10⁸, 1.4 ഇൻറ്റു 10⁻1 പ്ലസ് 8 എന്ന് എഴുതാം. ഇവിടെ 10ന്റെ പവർ 1 ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 1.4 ഇൻറ്റു 10⁹ മീറ്റർ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഇവിടെ നമുക്ക് ഗാലക്സിയിലുള്ള നമ്പർ ഓഫ് സ്റ്റാർസ് ആണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. 1 and 11 zeros. നമുക്കത് 1 ഇൻറ്റു 10⁻11 എന്ന് എഴുതാം. നമ്പർ ഓഫ് സ്റ്റാർസ് ആയതുകൊണ്ട് ഇവിടെ അത്രയും സ്റ്റാർസ് എന്ന് എഴുതാം നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ വെയിങ് 1.8 gram. അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ നമ്പർ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനായിട്ട് നമുക്ക് ആദ്യം 6023 ഇൻറ്റു എത്ര സീറോസ് ആണുള്ളതെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. അപ്പോൾ 10⁻19 എന്ന് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 6.023 ഇൻറ്റു 10⁻3 ഇൻറ്റു 10⁻19 എന്ന് എഴുതാം. അതായത് ഈ നമ്പറിന് 3 ഡെസിമൽ പ്ലേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് 10⁻3 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിലായിട്ട് നമുക്ക് 6.023 ഇൻറ്റു 10⁻3 പ്ലസ് 19 ഈക്വൽസ് ടു 6.023 ഇൻറ്റു 10⁻22 മോളിക്യൂൾസ്. എർത്തിലെ സീ വാട്ടറിന്റെ വോളിയമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. 1353 ഇൻറ്റു 10⁻6. ഇവിടെ 6 zeros ആണല്ലോ, 10⁻6 കൊടുത്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 1.353 ഇൻറ്റു ഇവിടെ 3 ഡെസിമൽ പ്ലേസ് അല്ലേ കൊടുത്തത്, അപ്പോൾ 10⁻3 ഇൻറ്റു 10⁻6 എന്ന് എഴുതാം. ഇനി 1.353 ഇൻറ്റു 10⁻3 പ്ലസ് 6 എന്ന് എഴുതാം. 1.353 ഇൻറ്റു 10⁻9 ക്യൂബിക് കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുള്ളത് 2001 മാർച്ചിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് അത് ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. 1027 ഇൻറ്റു 10⁻6. 6 zeros ആണല്ലോ ഉള്ളത്, 10⁻6 എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ 1.027 ഇൻറ്റു 3 ഡെസിമൽ പ്ലേസ് കൊടുത്തത് കൊണ്ട് ഇവിടെ 10⁻3 എന്ന് എഴുതി ഇൻറ്റു 10⁻6 ഈക്വൽസ് ടു 1.027 ഇൻറ്റു 10⁻3 പ്ലസ് 6 ഈക്വൽസ് ടു 1.027 ഇൻറ്റു 10⁻9 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതുവരെ ചെയ്ത എല്ലാ സൊല്യൂഷൻസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.